നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ ഇടയ്ക്ക് ഒരു പരാമർശം, പക്ഷേ പരാമർശം എന്ന് അതിനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത്തരത്തിലാണ് അദ്ദേഹം ആ ഒരു വാക്കുകളെ വളച്ചൊടിച്ചിരിക്കുന്നത്. ഓരോ തവണ ഓരോ കാര്യം പറയുമ്പോഴും പക്ഷേ അത് പിന്നീട് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്ന സാഹചര്യങ്ങൾ അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യം എന്ന് പറഞ്ഞത് CPM-ലുള്ളവർക്ക് മദ്യപിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ അദ്ദേഹം പറഞ്ഞതായിട്ട് പുറത്തു വന്നിരുന്നു ഒരുപാട് വാർത്തകളൊക്കെ. പക്ഷെ വേറൊരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടത്, വേറൊരു ആകർഷകമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എല്ലാവരെയും നമ്മളെങ്ങനെ ആകർഷകമായ മറ്റൊരു കാര്യം പറയുകയുണ്ടായി. അതായത് മദ്യപാനികൾക്ക് CPM-ലേക്ക് കടന്നു വരാം, പക്ഷെ മദ്യപിക്കുന്നവർക്ക് CPM-ൽ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു പരാമർശമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എന്താണ് സത്യം, ഇതിൽ എന്താണ് ശരി എന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. നിലപാടില്ലാത്ത രീതിക്കാണല്ലോ. കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു, സംസാരിക്കുന്നു. അപ്പം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവന വന്നപ്പോൾ തന്നെ ആൾക്കാർ ഇതെന്താ ഇനിയിപ്പോ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുമല്ലോ എന്നുള്ള രീതിക്കായിരുന്നു അന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഈ രീതിക്കാണെങ്കിൽ ഇനിയിപ്പോ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാന്നുള്ള രീതിക്ക് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് എല്ലാ മദ്യപാനികൾക്കും സുഖമായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു മെമ്പർഷിപ്പ് എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ അവരെ നമ്മളെ സ്വാഗതം ചെയ്യുകയാണ് ഇങ്ങനെ. കാരണം മദ്യപിക്കുന്നവർക്ക് എല്ലാവർക്കും CPM-ലേക്ക് സ്വാഗതം. അത് എന്തുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു CPM-ൽ ഇപ്പോൾ ആരും ഇല്ലെന്ന് തോന്നുന്നു. കാരണം അതായിരിക്കും ഇപ്പൊ മദ്യപാനികളെ വിളിച്ചു വരുത്തുന്നത് അല്ലേ. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ CPM-ന്റെ ഭാഗത്തുനിന്ന് വരുന്നതെല്ലാം എന്താ മൊത്തത്തിൽ കുഴപ്പിക്കുന്ന രീതിക്ക് എന്തെങ്കിലും ഓരോ പ്രശ്നങ്ങളായിരിക്കും. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ കുറച്ച് ഈയിടെയായിട്ട് അവർ കുറച്ച് ബിവറേജുകൾ അല്ലെങ്കിൽ ബിവറേജുകൾ തുറന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മേടിക്കാൻ ആളില്ലാത്തത് കൊണ്ടായിരിക്കും മദ്യപാനികളെ അവർ പാർട്ടിയിൽ എടുക്കുന്നത്. അങ്ങനെ വിൽപ്പന നടത്താനായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്താണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പോസിബിലിറ്റിയും കാണാമല്ലോ ഇതിനകത്ത്. പോസിബിലിറ്റി ആയിട്ട് കാണാം. പക്ഷെ എന്നാലും അത് കേരളത്തിൽ അത്തരത്തില് മദ്യപാനികൾ ഇല്ലാതെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിൽ മദ്യപാനികളെ സംബന്ധിച്ച് CPM ആണോ BJP ആണോ കോൺഗ്രസ് ആണോ എന്ന് നോക്കിയിട്ടല്ല അവര് മദ്യം മേടിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ മാത്രമല്ല നമുക്ക് മദ്യം എന്ന് പറഞ്ഞ ഒരു സാധനം കൊണ്ട് തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അത്രത്തോളം നമുക്ക് ഉയർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഈ CPM ആണെങ്കിൽ തന്നെ കൂടുതലായിട്ടും അവർക്ക് ഒരു ഇൻകം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊരു ഇൻകം കിട്ടുന്നത് ഈ മദ്യപാനം അല്ലെങ്കിൽ അതിലൂടെ തന്നെയാണ്. കാരണം മദ്യം വിൽപ്പനയിൽ റെക്കോർഡുകൾ ഭേദിച്ചു എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവമായിട്ട് നമ്മൾ അതിനെ കാണുന്നത്. ഓണം വരുമ്പോൾ നമ്മൾ ആദ്യം റെക്കോർഡ് കളക്ഷൻ ആണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം അല്ലേ. ശരിക്കും ഈ ലോട്ടറി അടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു സാമ്പത്തിക ഘടന അതിനെ ആശ്രയിച്ചൊക്കെ പോകുന്നു എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. മദ്യപാനത്തിന്റെ റെക്കോർഡുകൾ ഭേദിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ അങ്ങനത്തെ പോക്കാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. പക്ഷെ എന്നാൽ ഈ നിലപാടുകൾ അങ്ങനെ മാറ്റി മാറ്റി പറയുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരു CPM-ന്റെ ഇത്രയും ഉയർന്ന ഒരാള് അദ്ദേഹം ഈ രീതിക്ക് സംസാരിക്കുന്നത് എന്താ, ഇന്നലെ ഒരു രീതിക്ക് പറയുന്നു, ഇന്ന് മറ്റൊരു രീതിക്ക് പറയുന്നു. എന്താ ആൾക്കാരെ ഇങ്ങനെ കുഴപ്പിച്ചു കഴിഞ്ഞാല് പക്ഷെ അദ്ദേഹം ഒരു പോസിബിലിറ്റി പറഞ്ഞിരിക്കുന്നത് പാർട്ടി അംഗങ്ങൾക്ക് മദ്യപിക്കാനാകില്ലെങ്കിലും ബാറ് നടത്താം. മദ്യപിക്കണ്ട, പക്ഷെ അവർ ബാറ് നടത്തിക്കോട്ടെ. കാരണം ബാറ് നടത്താൻ ആള് വേണമല്ലോ ഇവിടെ. അപ്പൊ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു ബാറ് നടത്താൻ കുറച്ച് ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. CPM ഇനി മുതൽ ബാറുകൾ മാത്രം നോക്കി നടത്താനുള്ള ഒരു പ്ലാനിലോട്ടാണ് പോകുന്നത് അല്ലേ. CPM ബാറുകൾ മാത്രം നോക്കി നടക്കാൻ, അവിടെ മദ്യം ഇരിക്കുന്നത് ഒന്ന് രുചിക്കാനോ അല്ലെ രീതിക്ക് പോവരുത്. അങ്ങനെ പോയി കഴിഞ്ഞാല് CPM-ൽ നിന്ന് രീതിക്കായിരുന്നു മുമ്പ് വന്നത്. പക്ഷെ ഇപ്പൊ ആ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള രീതിക്കാണ്. അതെന്താണ് അപ്പൊ എനിക്ക് തോന്നുന്നു അവര് തമ്മിൽ തന്നെ വല്ല കൂടിയാലോചനകളോ മീറ്റിങ്ങുകളോ എല്ലാം നടത്തിയപ്പോ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല പറഞ്ഞിട്ടുണ്ടോ. കാരണം എന്താന്ന് വെച്ചാല് പാർട്ടിയിലുള്ള അംഗങ്ങൾ വരെ ഇപ്പൊ മദ്യപിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അങ്ങനെ മദ്യപിക്കുന്നവരെ പുറത്താക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. കാരണം ചിലപ്പോ പാർട്ടിയിൽ അംഗങ്ങൾ ഇല്ലാതെ വരും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നു, മദ്യപിക്കുന്ന ആൾക്കാർക്ക് സ്വാഗതം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത്രയും പേര് പോകുമ്പോൾ അത്രയും പേര് തന്നെ തിരിച്ചു വരണല്ലോ. എനിക്ക് പറയാന്ന് വെച്ചാൽ ഒരു കാര്യം പറയാൻ നേരത്തെ ഒരുപാട് ചിന്തിച്ചിട്ട് പറയുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ വിധത്തില് പല രീതിക്ക് അതിനെ വിമർശനങ്ങൾ. ഇതിനു മുമ്പായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഭരണഘടനാപരമായിട്ട് തന്നെ CPM-കാർക്ക് മദ്യപിക്കാൻ അനുവാദമില്ല.
ആ ഭരണഘടനയെ അത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പക്ഷെ ആ ഒരു അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക് അദ്ദേഹം പിന്നീട് തിരുത്തുകയാണ് ചെയ്തത്. അത് ഇത്ര രസകരമായി എനിക്ക് തോന്നി. എനിക്കതിന് ഭയങ്കര രസകരമായൊരു തമാശ പോലെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ. ശരിക്കും അത്രയും ഉയർന്നൊരു എന്താ പറയുക സംസ്ഥാന സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ അത്രയും മുതിർന്നൊരു നേതാവ് ഇത്തരത്തിലൊരു പരാമർശം പറയുകയും പിന്നീട് അദ്ദേഹം അത് തിരുത്തി പറയുകയൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ ഗോവിന്ദ മാഷിനോട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ അത് വേറെ രീതിക്ക് പറയും. ഞാനത് ആ രീതിക്കല്ലായിരിക്കും പറഞ്ഞെന്നുള്ള രീതിക്ക് അതങ്ങ് പ്രസ്താവിക്കും. പൊതുവെ ആ ഒരു സൊസൈറ്റിയിൽ മൊത്തത്തിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു കാര്യം പറയാൻ നേരത്ത് ഇതുപോലെ തന്നെ ആദ്യമേ ഒന്ന് പറയും, പിന്നെ പുള്ളി പറയുന്നതിന് എന്തെങ്കിലും ഒക്കെ പണി വരും. പൊതുവെ എവിടെ ഏത് പരിപാടിക്ക് ചെന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ ഒരു ഹോബി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു സമയത്ത്. അപ്പം ഇതിപ്പോ ഇങ്ങനെ നിലപാടുകൾ മാറ്റാൻ നേരത്ത് അതൊരു തമാശയായിട്ടാണ് തോന്നുന്നത്. ഈ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു, പിന്നെ അത് മാറ്റുന്നു. അത് മറ്റു പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരും ചിലപ്പോൾ അതേ കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതെന്താ നിങ്ങൾക്ക് ഒരു നിലപാടില്ലാത്ത മദ്യപിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നു, പിന്നീട് അത് തെറ്റല്ലെന്ന് പറയുന്നു. പക്ഷെ മദ്യപിക്കുന്നില്ലെങ്കിലും മദ്യം വിൽപ്പന ചെയ്യാം എന്നുള്ളത് പറയും. കാരണം അത് പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം മദ്യപാനത്തിലൂടെ നമുക്ക് ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഔട്ട്ലെറ്റുകളും ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. CPM ആണെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നടത്താൻ ഒരാൾ വേണം, അല്ലെങ്കിൽ അതും ഇതിന്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇനിയിപ്പോ ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത് അത് പറഞ്ഞപ്പോ വേറെ രീതിക്ക് അങ്ങനെ സംഭവിക്കാലോ. അന്നപ്പം ഇപ്പൊ ഈ വന്നേക്കുന്ന രീതിക്കായിരിക്കാം ഉദ്ദേശിച്ചേക്കുന്ന ആൾക്കാർക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷെ വീണ്ടും അത് വ്യക്തമാക്കിയതാണോ, അങ്ങനെ എന്തെങ്കിലും അതിനെ പറ്റി അറിയാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് അതിനെ ഒരു വളച്ചൊടിച്ച് പറയാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണല്ലോ പറയാൻ പറ്റുക. എല്ലാത്തിനെയും ഇപ്പൊ നമ്മൾ തെറ്റായ രീതിയിലാണ് അത് പറഞ്ഞതെങ്കിലും പിന്നീട് അതൊരു മാറ്റി പറഞ്ഞ അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ എന്റെ വായിൽ നിന്ന് വന്നപ്പോ മറ്റൊരു രീതിക്കായി വന്നതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ അത് എടുത്തപ്പോ ഈ രീതിക്കാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നൊരു രീതിക്ക് ചിലപ്പോൾ അവർക്ക് നാളെ ശരിക്കും ഏത് രീതിയാണെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. രീതിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കൃത്യകാര്യം. നമ്മളൊക്കെ ഈ ഒരു വാർത്ത കേൾക്കുമ്പോ അപ്പൊ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു, അപ്പൊ അതല്ലായിരുന്നു ശരി, അപ്പൊ ഇതായിരുന്നു ശരി. അതാണ് ആകെ ഒരു കൺഫ്യൂഷൻ ആണ് ഇപ്പൊ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിക്ക് പ്രസ്താവനകൾ പറയാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം അതിനകത്ത് പറയാനുള്ളത്, എക്കാലത്തും ചില CPMകളിൽ പ്രധാനമായിട്ട് ഈ നേതാക്കള് മദ്യപാനം പുകവലി എന്ന് പറയുന്നത് അവർക്ക് മാറ്റിവെക്കാൻ പറ്റാത്തൊരു ഘടകമാണ്. അവർ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ CPMൽ പരിപ്പുവടയും ഒരു ചായയും കട്ടൻ ചായയും അതാണല്ലോ അവരുടെ ദേശീയമായിട്ടുള്ള ഒരു ഭക്ഷണം എന്നവർ വിലയിരുത്തുന്നത്. അതുപോലെ ഇപ്പൊ അവര് ആ കട്ടൻ ചായ അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു സ്മോൾ അടിക്കുക എന്നുള്ള രീതിക്ക് കട്ടൻ ചായയും പരിപ്പുവടയും എന്നുള്ള മറ്റൊരു സ്മോളും പരിപ്പുവടയും അങ്ങനെ ആക്കി. ആ കളർ സെയിം ആണല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തിയത്. ഇതിപ്പോ കട്ടൻ ചായയാണോ മറ്റേതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അത് മാത്രല്ല എന്തൊക്കെ കട്ടൻ ചായ കഴിച്ചാലും സ്മോള് അടിച്ചാലും അവര് പറയുന്ന വാക്കുകളിൽ ഒരു നിലപാടില്ലെങ്കിൽ ഇപ്പൊ നടക്കുന്നത്. അപ്പോ എന്താണേലും കുഴപ്പമില്ല അല്ലെ. പക്ഷെ ഇപ്പം കട്ടൻ ചായ ആണെങ്കിലും മറ്റു ഇനിയിപ്പോ ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം എത്ര പേരാണ് CPMലോട്ട് വന്നിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഒരുപക്ഷെ മദ്യം ഉപയോഗിക്കാന്നുള്ള രീതിക്കല്ലേ CPMല്. അപ്പൊ അത്തരത്തിലൊരു നിലപാടാകുമ്പോ ഇനിയിപ്പോ മദ്യപാനികളാണെങ്കിൽ തന്നെ ഇപ്പൊ അവർക്ക് ഇനി കൂടുതലായിട്ട് മദ്യപിക്കാനുള്ള ഒരു എന്താ പറയാ നമ്മുടെ കയ്യിൽ അതിനുള്ള ഒരു ഫിനാൻഷ്യലി എന്തെങ്കിലും കുറച്ച് പൈസ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ CPMലോട്ട് ചെന്നാൽ മതി അല്ലേ. അവിടെ അവൈലബിൾ ആണല്ലോ, അവരെ ബാർ നടത്തുന്ന ആൾക്കാരുണ്ട് ഒരുപാട്. അങ്ങനെയും ചിന്തിക്കാം നമുക്ക്. പാർട്ടിയിൽ വിളിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് നമുക്ക് ഇതിനെ കാണാം. കാരണം ഇലക്ഷനൊക്കെ അടുത്ത് വരികയാണ്. അവർക്ക് മദ്യപാനികൾ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ളത് അല്ലേ. ഏറ്റവും മദ്യപിക്കാത്തവരെന്ന് പറയുന്നത് ചിലപ്പോ അപൂർവമായിട്ടായിരിക്കും കാണാൻ പറ്റും. ക്രിസ്മസും ഓണവും വിഷു ഒക്കെ ആയി കഴിഞ്ഞാൽ ഈ മദ്യപാനികളുടെ തന്നെ ഒരുപാട് വീഡിയോസ് അവരുടെ പല പല പെർഫോമൻസുകൾ. അപ്പൊ സത്യം അങ്ങനെയുള്ളവരുടെ ഇടയ്ക്ക് പോയിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ CPMലേക്ക് അംഗത്വം എടുക്കും. മദ്യം അത്രയ്ക്കും അഡിക്ഷൻ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ഓഫർ ആയിട്ട് നമുക്ക് കാണാം അല്ലെ. തിരഞ്ഞെടുപ്പുകൾ അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഓഫറുകൾ ഇട്ട് നമ്മുടെ റേഷൻ കടകളിലൊക്കെ ചിലപ്പോൾ ഇനി മദ്യം കിട്ടുന്നുണ്ടാവും. മണ്ണെണ്ണ നിർത്തലാക്കിയല്ലോ, അപ്പൊ പിന്നെ ഇനി അതിന് പകരം ചിലപ്പോ ഇതായിരിക്കും. പക്ഷേ അവിടെയും റേഷൻ കടകളെ പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. റേഷൻ കടകളിൽ അവശ്യ സാധനങ്ങളിൽ ഇങ്ങനത്തെ സാധനമൊക്കെ കിട്ടുന്നുണ്ടാവും. ഇങ്ങനത്തെ സാധനങ്ങള് ആണെങ്കിലും ഓണത്തിന് ഇപ്പൊ നമ്മള് ഇപ്പൊ ഓണക്കിറ്റ് കൊടുക്കുന്നത് പോലെ ഓണത്തിന് ഇത് കിറ്റിനകത്ത് ഇതൊക്കെ അങ്ങനെ ഉണ്ടാവും. നല്ലൊരു ഇതല്ലേ, നല്ലൊരു
പുതിയൊരു നിയമം എന്നുള്ള രീതിക്ക്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീണ്ടും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ്ടും കേരളം LDF ഭരിക്കും എന്നുള്ളതിൽ അല്ലെ യാതൊരു തരം സംശയവും കാണാൻ. കാരണം മദ്യപാനികളുടെ ഒരു കൂട്ടം തന്നെ അവിടെ CPM നിരന്ന് നിൽക്കും അല്ലെ. CPM നമ്മുടെ മലയാളികളെ പറ്റി തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവര് കൂടുതലും മദ്യപിക്കുന്നവരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവർ അങ്ങനെ അല്ലാന്നല്ല. അപ്പൊ ഇത്തരത്തിൽ ഓഫറുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു ഭരണവും LDF-ന് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. കാര്യം മറ്റു പാർട്ടികളുടെ കൂടെ നിന്ന് അനുകൂലിച്ചുകൊണ്ട് നിൽക്കുന്നവരുൾപ്പെടെ കാലുമാറും. ഇനിയിപ്പോ CPM-ലാണെങ്കിലും തന്നെ ഇനിയിപ്പോ എല്ലാവരെയും നമുക്ക് ഇങ്ങനെ ആടി ഇങ്ങനെ കാണാം അല്ലെ. എല്ലാവരും ഇലക്ഷന്റെ സമയങ്ങൾ അടുക്കുന്ന സമയത്ത് മദ്യത്തിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലേ, മദ്യം കൊടുത്ത് വശത്താക്കുന്ന ഒരു വിഭാഗമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടെന്ന് തന്നെ അത് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ആയ MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. അതിന് തക്ക ഒരു വ്യക്തമായ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഒരു അഭിപ്രായം അദ്ദേഹം പറയുകയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ക്ലാരിറ്റി ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ് അല്ലേ. ഉറപ്പായിട്ടും അതൊരു ഇപ്പൊ തെറ്റിദ്ധാരണ, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണോ മറ്റുള്ള നമ്മളത് എടുത്തതിന്റെ കുഴപ്പമാണോ, അത് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു പ്രശ്നം വെച്ച് തന്നെ ആയിരിക്കുമല്ലോ നമ്മളത് രണ്ട് രീതിക്കൊക്കെ ചിന്തിക്കും. അത് വ്യക്തമാക്കട്ടെ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് വ്യക്തമാക്കിയാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് പരിഹാസങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങളൊക്കെ ചർച്ചകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് ഒന്ന് വ്യക്തമാക്കുന്നത് നന്നായിരിക്കും. മദ്യപാനികൾ ഇനി ഇവിടെ വന്ന് കമന്റ് അടിക്കുന്നത് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. ഓക്കെ, കട്ട്.